ഹലോ ഹായ് നമസ്കാരം. ഇതൊരു പുതിയ ചാനലാണ്. എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ഈ ചാനലിൽ വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് ഒരല്പം സംസാരിക്കാം എന്ന് തോന്നി. കാരണം ചില പുസ്തകങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടാറുണ്ട്. അത്തരമൊരു പുസ്തകത്തെക്കുറിച്ച് എനിക്ക് മറ്റൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞു. ഇനിയും ഇതുപോലുള്ള പുസ്തകങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ചാനൽ മൊത്തത്തിലൊരു സിനിമാറ്റിക് സംഭവമാണ്. അപ്പോൾ അവിടെ നിന്ന് മാറി പുസ്തകങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു യൂട്യൂബ് ചാനൽ എന്നൊരു ആലോചന വന്നു. അങ്ങനെ തുടങ്ങിയൊരു ചാനലാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ, അതിഗംഭീരമെന്ന് തോന്നുന്ന, എല്ലാവരും വായിച്ചിരിക്കണം എന്ന് തോന്നുന്ന പുസ്തകങ്ങളെക്കുറിച്ച് ഈ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യും. സോ അത് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ പുസ്തകം ഏത് സജസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ മുമ്പൊരിക്കൽ വായിച്ചിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ് സെലക്ട് ചെയ്തത്. ഒരുപക്ഷേ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകം തന്നെയാണ്. ഇതാണ് ആ പുസ്തകം. ഞാൻ നുജൂദ്. വയസ്സ് 10, വിവാഹമോചിത. 10 വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹമോചിതയാവുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യം, ഇത് ആ കുട്ടിയുടെ ആത്മകഥയാണ്. ഇതിനെക്കുറിച്ച് ദി ന്യൂയോർക്കർ എഴുതിയിരിക്കുന്നത് മനക്കരുത്തിൻ്റെ, ആത്മധൈര്യത്തിൻ്റെ അന്താരാഷ്ട്ര ബിംബം എന്നാണ്. ഈ പെൺകുട്ടിയെക്കുറിച്ച്, നുജൂദിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ് പഴകി വരുന്ന ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അതിലൊന്നാണിപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളം മാത്രമല്ല ദൈവത്തിൻ്റെ സ്വന്തം നാട്. എല്ലാ നാടും ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ പുള്ളിയുടേതായ ഒരു കരവിരുത് എല്ലാ നാട്ടിലും ഉണ്ട്. പ്രകൃതി ഭംഗി എന്ന് പറയും. ആ പ്രകൃതി ഭംഗിയും അതുപോലെ അധിനിവേശ രാജ്യങ്ങളും, ഒരുപാട് രാജ്യങ്ങൾ, പല രാജ്യങ്ങളിൽ അധിനിവേശം നടത്തിയിട്ടുണ്ടല്ലോ. ആ അധിനിവേശ ശക്തികളൊക്കെ പകർന്നു കൊടുത്തിട്ടുള്ള ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ മനോഹരമായ സ്ഥലങ്ങളിൽ, ഈ ബാഹ്യമായ സൗന്ദര്യം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ജീവിച്ചൊടുങ്ങിപ്പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യരിൽ പലർക്കും നമ്മുടെ മുഖമാണ്. അവരിൽ പലരുടെയും കഥകൾക്ക് നമ്മുടേതുമായി ഒരുപാട് സാമ്യം ഉണ്ടാവും. ഈ ലോകം നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് പുരുഷന്മാർക്ക് വേണ്ടി കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു ലോകമാണ്. അവിടെ ചില ചെറുത്ത് നിൽപ്പുകളുണ്ടാവും. നുജൂദിനെ പോലെ. നുജൂദ് സത്യത്തിൽ ഈ പുസ്തകത്തിൽ പറയുന്നത് ആ പെൺകുട്ടി വിവാഹിതയാവുകയും അതിനുശേഷം ആ വിവാഹിതയാവാനുണ്ടായ സാഹചര്യവും അതിനുശേഷം അവൾ വിവാഹമോചിതയാവുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും നമ്മൾ ആ അറ്റ്മോസ്ഫിയറിൽ, ആ ആംബിയൻസിൽ നുജൂദിനോടൊപ്പം നുജൂദിൻ്റെ അതേ മാനസികാവസ്ഥയിൽ കടന്നു പോകുന്നത് പോലെ തന്നെയാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത്. പാസ്റ്റും പ്രസൻറ്റും ഒക്കെ മിക്സ് ചെയ്ത് വരുന്നൊരു നല്ലൊരു ആഖ്യാന ശൈലിയാണ്. നിർബന്ധമായും ഇത് വായിച്ചിരിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇതൊരു പുരുഷാധിപത്യ സൊസൈറ്റിയാണ്. നമ്മുടെ ലോകം മുഴുവൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരുപാടൊക്കെ മുന്നോട്ട് പോയി എന്ന് വിശ്വസിക്കുന്ന രാജ്യങ്ങളിൽ പോലും ഇപ്പോഴും ആ പിടിയിൽ നിന്ന് വിട്ടിട്ടില്ല. അപ്പോൾ അതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ ഒന്ന് തന്നെയാണ് നുജൂദിൻ്റെ. യമൻ എന്ന് പറയുന്ന അതിമനോഹരമായ, അതിഗംഭീരമായ ഒരു രാജ്യം. ആ രാജ്യത്ത് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള ഭംഗിയുണ്ട്. അതുപോലെ അധിനിവേശ ശക്തികൾ അവിടെ പണിതുയർത്തി വെച്ചിട്ട് പോയ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഉള്ളിൽ ആന്തരികമായി വിശ്വാസങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് അനാചാരങ്ങൾ തുടർന്നു പോകുന്ന, നുജൂദിനെ പോലെ ഒരുപാട് പേരുടെ അസ്തിത്വത്തിനും അവരുടെ ജീവിതത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു സ്ഥലം കൂടിയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആന്തരികമായ ഒരു സ്ഥലവും കൂടിയാണ്, ഒരു സിസ്റ്റം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മളിലേക്ക് തരുന്ന ഒരു പുസ്തകമാണ് ഞാൻ നുജൂദ് എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരാളുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ വന്നില്ലെങ്കിൽ, നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള, നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾ അറിഞ്ഞിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലുള്ള ആരുടെയെങ്കിലും മുഖമോ ജീവിതമോ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ നാട് പോലും നേരെ ചൊവ്വേ കണ്ടിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുരുഷാധിപത്യത്തിൻ്റെ ലോകമാണ് നമ്മൾ ഈ ജീവിക്കുന്ന ലോകം എന്ന് പറയുമ്പോഴും ഇതേ സമൂഹം തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ സിസ്റ്റം തന്നെയാണ് നുജൂദിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നു. ഇവിടെ ഈ പുസ്തകത്തിൽ നുജൂദിൻ്റെ ജീവിതത്തിൽ നുജൂദ് ശരിക്കും പിടിച്ചു വാങ്ങുകയാണ് അവളുടെ സ്വാതന്ത്ര്യത്തെ, അവളുടെ അവകാശങ്ങളുടെ. അവൾ വാദിക്കുന്നത് അവളുടെ ബാല്യത്തിനും യൗവനത്തിനും കൗമാരത്തിനും അവളുടെ ഉള്ളിലെ സ്ത്രീക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലും ഇതുപോലെ ഒരു ന്യായ അന്യായ വാദം നടക്കും. ആ വാദത്തിൻ്റെ അവസാനവും നിൽക്കുന്നത് നുജൂദ് വാദിച്ചത് എന്തിനൊക്കെ വേണ്ടിയാണോ അതിനൊക്കെ നീതി കിട്ടണം എന്ന് തന്നെയായിരിക്കും. ഈ ബാല്യവിവാഹം എന്ന് പറയുന്ന ആ ഒരു, അല്ലെങ്കിൽ ശൈശവ വിവാഹം എന്ന് നമ്മൾ വിളിക്കുക ആ ഒരു കാര്യത്തിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു മുഖം അത് നമുക്ക് കാണാൻ പറ്റും. ഒരു 10 വയസ്സുകാരിയുടെ അല്ലെങ്കിൽ ഒരു 15 വയസ്സുകാരിയുടെ ശരീരത്തിലേക്ക് സ്വന്തം പുരുഷത്വത്തെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു പുതുമയുള്ള കാര്യമല്ല. അതിനെ മോശമായിട്ടുള്ളൊരു കാര്യമായി, അല്ലെങ്കിൽ കുറ്റകൃത്യമായൊക്കെ നമ്മൾ കാണുന്നത് കൊണ്ടും നമ്മുടെ നിയമവ്യവസ്ഥ അത് അനുവദിക്കാത്തത് കൊണ്ടും അത്ര വ്യാപകമായിട്ടില്ലെങ്കിൽ പോലും അതിനുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട്. അത്തരം കേസുകൾ നമ്മൾ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിയാറുള്ളതാണ്. അപ്പോൾ ആ ഒരു
ആ ഒരു ക്രേസ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരുപാട് വിശ്വാസങ്ങളുടെ ലോകവ്യാപകമായിട്ടുള്ള പ്രചാരണത്തിൻ്റെ ഭാഗമായി പലരുടെയും ഉള്ളിൽ പതിഞ്ഞു പോയിട്ടുള്ളതാണ്. അത് പല ചിന്തകളിലൂടെ, പെൺകുട്ടികൾ 6:30 ശേഷം പുറത്തിറങ്ങാൻ പാടില്ല, പെൺകുട്ടികൾ ഇന്ന വസ്ത്രം ധരിച്ചാൽ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന ചിന്തകളിലൂടെ ഇന്നും ആ വിശ്വാസം, പെണ്ണിനെ എപ്പോൾ വേണമെങ്കിലും ആണിനാണിൻ്റെ ഇഷ്ടത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെയൊക്കെ നുജൂദ് ചോദ്യം ചെയ്യുന്നുണ്ട്. നുജൂദിൻ്റെ 10 വയസ്സിൻ്റെ വിവേകം വെച്ച് അവൾ ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഇപ്പോഴത്തെ വ്യവസ്ഥിതിയിൽ നിലനിൽക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള വാക്കുകളിലൊന്ന് വിവാഹ ഉടമ്പടിയാണെന്ന്. കാരണം ഒരു പെൺകുട്ടിയുടെ അച്ഛനും ഒരു അന്യപുരുഷനും കൂടി തീരുമാനിക്കുകയാണ് അവരുടെ വിവാഹത്തിനെ കുറിച്ച്. സത്യത്തിൽ അവളല്ലേ തീരുമാനിക്കേണ്ടത് അവളുടെ സ്വാതന്ത്ര്യം അടിയറവ് വെക്കണോ? അവളല്ലേ തീരുമാനിക്കേണ്ടത് അവളൊരാളോടൊപ്പം ജീവിക്കാനുള്ള ഒരു സമയമായോ? അല്ലെങ്കിൽ അവളല്ലേ തീരുമാനിക്കേണ്ടത് അവൾ കളിച്ചിരിച്ച് നടക്കേണ്ട സമയം കഴിഞ്ഞു പോയോ എന്ന്? അങ്ങനെയുള്ള അവളുടെ ചിന്തകൾക്ക് മേൽ, അവളുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് മേലുള്ള ഒരു കടിഞ്ഞാണിടൽ, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുക എന്ന് പറയുന്നതാണ് വിവാഹ ഉടമ്പടി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. എനിവേ, ഈ പുസ്തകം നിങ്ങൾ എന്തായാലും വായിക്കണം. തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഞാൻ നുജൂദ് വയസ്സ് 10 വിവാഹമോചിത. ഈ പുസ്തകം നുജൂദ് അലിയും ഡെൽഫിൻ മിനോയും കൂടി ചേർന്ന് എഴുതിയാണ്. നുജൂദ് അലിയുടെ ജീവിത കഥയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒലീവ് പബ്ലിക്കേഷൻസിൻ്റെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം. 100 രൂപയാണ് ഇതിൻ്റെ വില. വളരെ ചെറിയൊരു പുസ്തകമാണ്. ഒരു ട്രെയിൻ യാത്രയിൽ ഞാൻ ഒറ്റയടിക്ക് വായിച്ചു തീർത്തൊരു പുസ്തകമാണ്. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടി വായിച്ചു, കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഞാൻ ആലോചിച്ച് ഇതിലെ ചില പാരഗ്രാഫുകൾ വായിക്കണം എന്ന്. പക്ഷേ കോപ്പിറൈറ്റ് സീൻസ് എനിക്കറിയില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയും ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ വായിച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ള പുസ്തകത്തെക്കുറിച്ച് ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനും ആ പുസ്തകം വായിക്കാം. അതിനെക്കുറിച്ച് നമുക്ക് 4 പേരോട് സംസാരിക്കാം. എല്ലാവരും വായിക്കട്ടെ, എല്ലാവരുടെയും അറിവുകൾ പ്രകാശമായി പരക്കട്ടെ, അല്ലേ? ഒറ്റ സെക്കൻഡ്. ഇങ്ങനൊരു വീഡിയോ സീരീസ് ആരംഭിക്കുന്നതിന് പിന്നിൽ എൻ്റെ ഒരു സ്വാർത്ഥ ചിന്തയുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നതുകൊണ്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമല്ലോ, ഇപ്പോൾ പുതിയതായിട്ടൊന്നും വായിച്ചില്ലേ എന്ന്. അപ്പോൾ ആ ചോദ്യം വരുമ്പോൾ ഞാൻ കൂടുതൽ വായിക്കും എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് പിന്നെ വായിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. മാതൃഭൂമി ബുക്സിൻ്റെ കുറച്ച് പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര വളരെയധികം ഇഷ്ടപ്പെടുന്ന, അതുപോലെ തന്നെ പ്രകൃതിയെയും കാടിനെയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള പുസ്തകങ്ങളാണ്. ഒറ്റ സെക്കൻഡ് ഞാനിപ്പോൾ തുറന്ന് കാണിക്കാം. ഇതാണ് ആ പുസ്തകങ്ങൾ. N.A. നസീർ എന്ന് പറയുന്ന ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. അദ്ദേഹത്തിൻ്റെ 1-2 കുറിപ്പുകൾ വായിച്ചപ്പോൾ ഇയാളെക്കുറിച്ചും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ എനിക്കുണ്ടായി. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് പുസ്തകങ്ങൾ തപ്പിയെടുത്ത് ഓർഡർ ചെയ്യിച്ച് ഇന്നലെ വന്നതേ ഉള്ളൂ. അപ്പോൾ വന്നതെല്ലാം കൂടി ചേർത്ത് തന്നെ ഈ വീഡിയോ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. കാട്ടിലേക്കുള്ള യാത്രകൾ, കാട്ടിലൊപ്പം നടന്നവരും പൊഴിഞ്ഞു പോയവരും, കാടും ക്യാമറയും, ഫോട്ടോഗ്രാഫി, യാത്ര, അതുപോലെ വായന, ഇതൊക്കെ നമ്മുടെയും കൂടി ക്രൈസ് ആയതുകൊണ്ട് തീർച്ചയായും ഈ പുസ്തകങ്ങളെക്കുറിച്ചുള്ള വീഡിയോസും അടുത്ത് തന്നെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.